Good morning, my dear students. Warm welcome to our online class. We have discussed about the second module of business research method, the steps of business research. Previous class last topic I പറഞ്ഞു നിർത്തിയത് ഒരു ബിസിനസ് റിസർച്ചിലെ സ്റ്റെപ്സുകളാണ്. ഒരു ബിസിനസ് റിസർച്ച് എന്ന് പറയുമ്പോൾ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു പ്രോസസ് ആയതുകൊണ്ട് അതിന് വേരിയസ് ആയിട്ടുള്ള ചില സ്റ്റെപ്സുകളിലൂടെയാണ് ഒരു ഫൈൻഡിങ്സിലേക്ക് അല്ലെങ്കിൽ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നത്. അപ്പോൾ അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കുറേ സ്റ്റെപ്സുകളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുന്നത്. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് ദി വേരിയബിൾസ് ആൻഡ് ടൈപ്സ് ഓഫ് വേരിയബിൾസ്. Then what do you mean by hypothesis, different types of hypothesis, uses and role of hypothesis in the research, then testing of hypothesis, etc. One more topic has to be discussed in today's class, that is the theory building also discussed in this class. അപ്പോൾ ഇന്നത്തെ വേരിയബിൾ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമുക്ക് ആ ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള ആ സ്റ്റെപ്സുകളിലേക്ക് ഒന്നുകൂടെ കണ്ണോടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഈ വേരിയബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതും ആ വേരിയബിൾ മെഷർ ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസും മനസ്സിലാകും. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്റ്റേജസ് ഓഫ് ബിസിനസ് റിസർച്ചാണ് നമുക്ക് സ്റ്റേജസ് പറഞ്ഞത്. ഒരു ബിസിനസ് റിസർച്ച് കുറേ കോംപ്ലക്സ് ആയിട്ടുള്ള ആക്ടിവിറ്റീസുകളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇറ്റ് ഈസ് എ പ്രൊജക്റ്റാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു ചോയ്സ് ഓഫ് റിസർച്ച് ഏരിയ. ആദ്യമായിട്ട് നമ്മൾ റിസർച്ച് ടോപ്പിക് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കണം. എവിടെയാണ് റിസർച്ച് ചെയ്യേണ്ടത്, എവിടെയാണ് നമുക്ക് ഈ പ്രോബ്ലം അറൈസ് ചെയ്യുന്നത്. അപ്പോൾ ആ ടോപ്പിക്കിനെ അത് സെർച്ച് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ഒരു ചൂസ് ചെയ്യുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ദെൻ നമ്മൾ പറഞ്ഞ സെക്കൻഡ് സ്റ്റെപ്പ് പറഞ്ഞത് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ. ദ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോളജ് റിലേറ്റിംഗ് ടു ദി പ്രോബ്ലം. അതായത് നമുക്ക് ഈ ടോപ്പിക്കിനെ കുറിച്ച് അനലൈസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തിനെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്തെല്ലാം ഇൻഫർമേഷൻ, അതുമായി റിലേറ്റഡ് ആയിട്ട് വരുന്ന ഇൻഫർമേഷൻസുകളൊക്കെ ഇവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. അതിൻ്റെ റെഫറൻസുകൾ എന്തൊക്കെ, റെഫറൻസ് ടു ഓൾ അവൈലബിൾ ഇൻഫർമേഷൻ, സോഴ്സ് ഓഫ് പ്രോബ്ലം. അപ്പോൾ ആ ഒരു റിവ്യൂ നമുക്ക് അവൈലബിൾ ആകുമ്പോഴാണ് ആ പ്രോബ്ലത്തിന് കൂടുതൽ ഡിഫൈൻ ചെയ്യാനായിട്ട് നമുക്ക് പറ്റുള്ളൂ. തേർഡ് പോയിന്റ് പറഞ്ഞത് ഫോർമുലേഷൻ ഓഫ് റിസർച്ച് ക്വസ്റ്റ്യൻ ആണ്. ഫോർമുലേഷൻ ഓഫ് റിസർച്ച് ക്വസ്റ്റ്യൻ, അതായത് നമുക്ക് ഫസ്റ്റിൽ ഒരു പ്രോബ്ലത്തിന് ഒരു ക്ലിയർ ഡെഫിനിഷനിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയണം. നമ്മൾ എന്തിനെക്കുറിച്ചാണോ സ്റ്റഡി ചെയ്യുന്നത്, ഏതിലാണോ സെർച്ചിങ് ചെയ്യുന്നത്, ആ സെർച്ചിങ് ചെയ്യുന്ന ഏരിയ എന്താണ്, എങ്ങനെയാണ്, എന്തിനു വേണ്ടിയാണ് സ്റ്റഡി ചെയ്യുന്നത്, നമുക്കതിൻ്റെ ഒബ്ജക്റ്റീവ്സുകൾ എന്താണ്, നമ്മൾ എന്താണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്, ആ പ്രോബ്ലത്തിന് നൽകുന്ന സൊല്യൂഷൻസുകൾ എന്തായിരിക്കാം എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു പ്രോബ്ലത്തിനെ ക്ലിയറായിട്ട് ഡിഫൈൻ ചെയ്യണം. അപ്പോൾ ആ പ്രോബ്ലത്തിനെ ക്ലിയറായിട്ട് ഡിഫൈൻ ചെയ്യുമ്പോൾ നമുക്ക് ആ പ്രോബ്ലം ഡെഫിനിഷൻ എന്ന് പറയുന്ന ടേമിൽ നമ്മൾ പഠിച്ചതാണ്. പ്രോബ്ലം ഡെഫിനിഷൻ ഈസ് സ്പെസിഫിക്കലി ഡിഫൈൻഡ് ആസ് ദ ടേം വാട്ട് ഈസ് ടു ബി റിസർച്ച്. നമ്മൾ എന്താണോ, അതായത് ഒരു റിസർച്ചർ ആ ടോപ്പിക്കിൽ ആ സ്റ്റഡീസുകൾ എന്താണോ എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതിനാണ് പ്രോബ്ലം ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഒരു പ്രോബ്ലത്തിനെ ക്ലിയറായിട്ട് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ ഒരു ഫൈൻഡിങ്സിലേക്ക് എത്താനുള്ള ഒരു പ്രോപ്പർ ഡയറക്ഷനായി മാറും. അതായത് നല്ലൊരു രീതിയിൽ ഫൈൻഡിങ്സിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ, അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് വളരെ കൃത്യമായി ഡാറ്റകളെ, അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റകൾ യൂസ് ചെയ്തുകൊണ്ട് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ അതിനെ ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റണം. അപ്പോൾ ആ പ്രോബ്ലം ഡെഫിനിഷനിൽ നമ്മൾ കുറച്ച് സ്റ്റെപ്സുകൾ പഠിച്ചിട്ടുണ്ട്. ആ സ്റ്റെപ്സുകളിൽ ഒരു സ്റ്റെപ്പായിരുന്നു ഡിസൈഡിങ് ദ വേരിയബിൾസ്. ഡിസൈഡിങ് ദി വേരിയബിൾസ് എന്തൊക്കെയാണ് ആ സ്റ്റെപ്സിൽ പറഞ്ഞത്? നമ്പർ 1, അസർട്ടൈൻ ദ റിസർച്ചർ കൺസ്യൂമർ ഒബ്ജക്റ്റീവ്. നമ്മൾ ഈ സ്റ്റഡി ചെയ്യുന്നതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്, അല്ലെങ്കിൽ റിസർച്ച് കൺസ്യൂമർ ഒബ്ജക്റ്റീവ്, നമ്മൾ ഏത് ടൈപ്പുള്ള സ്റ്റഡിയാണ് ചെയ്യാൻ പോകുന്നത്, എങ്ങനെയുള്ള റിസർച്ച് ഡിസൈൻ ഫോർമുലേറ്റ് ചെയ്യണം, എവിടുന്നാണ് നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാനായിട്ട് പറ്റുക, ഇങ്ങനെ പറയുന്ന ഒരു പ്രോബ്ലം, ഈ ഒരു എന്താ പറയുക, റിസർച്ചിൻ്റെ ഒബ്ജക്റ്റീവ്സിനെയും കൺസ്യൂമേഴ്സിൻ്റെ ഒബ്ജക്റ്റീവ്സിനെയും ക്ലിയറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം, അതിനെ അസർട്ടൈൻ ചെയ്യണം. നെക്സ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ പറഞ്ഞത് നമ്പർ 2, അണ്ടർസ്റ്റാൻഡ് ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദി പ്രോബ്ലം.
നമ്പർ 2, അണ്ടർസ്റ്റാൻഡ് ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദി പ്രോബ്ലം. നമുക്കൊരു പ്രോബ്ലം അറൈസ് ചെയ്തു. ആ അറൈസ് ചെയ്തതിൻ്റെ റീസൺ എന്താണ്, അത് എവിടെ നിന്നാണ് അറൈസ് ചെയ്തത്. നമുക്കൊരു ലേബേഴ്സ് പ്രൊഡക്ടിവിറ്റി, ഡിക്രീസിങ് ഓഫ് ലേബേഴ്സ് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു പ്രോബ്ലം ഫേമിൽ ഫേസ് ചെയ്യുന്നു. അപ്പോൾ ആ ഫേസ് ചെയ്യുന്ന പ്രോബ്ലത്തിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. അപ്പോൾ അതിന് നമുക്ക് കണ്ടുപിടിക്കണം ആ ലേബേഴ്സിൻ്റെ പ്രൊഡക്ടിവിറ്റി ഡിക്രീസ് ചെയ്തതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കി അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനാണ് നമ്മൾ ഈ ഒരു സ്റ്റഡി കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ക്ലിയർ ആയിട്ട് ആ പ്രോബ്ലത്തിനെ ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മുടെ ഒബ്ജക്റ്റീവ് ടു റെഡ്യൂസ് ദി ലേബർ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്ന ആ ഒരു സ്റ്റഡിയുടെ കാരണം മനസ്സിലാക്കി അത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള, ലേബേഴ്സിൻ്റെ പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാനുള്ള സ്റ്റെപ്സുകൾ എന്ത് ചെയ്യാണ്, സജസ്റ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് ലേബേഴ്സിൻ്റെ പ്രൊഡക്ടിവിറ്റി ഡിക്രീസ് ചെയ്യുന്നു എന്ന് പറയുന്നതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കണം. അത് ആ ഫേമിൽ നിന്ന് അറൈസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. അവരുടെ വർക്കിംഗ് എൻവയോൺമെൻ്റ് ആണോ, അവരുടെ ട്രെയിനിങ്ങിൻ്റെ ഇൻഎഫിഷ്യൻസി ആണോ, അല്ലെങ്കിൽ അവരെ റിക്രൂട്ട് ചെയ്യുമ്പോൾ സ്കിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ലേബേഴ്സിനെ സെലക്ട് ചെയ്യാത്തതാണോ. അപ്പോൾ എവിടെ നിന്നാണ് ആ പ്രോബ്ലം അറൈസ് ചെയ്യുന്നത് എന്നുള്ളത് ആദ്യം അണ്ടർസ്റ്റാൻഡിങ് ആവണം. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ് പ്രോബ്ലം ഡെഫിനിഷനിൽ പറയുന്നത്, അണ്ടർസ്റ്റാൻഡ് ദി ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദി പ്രോബ്ലം. നെക്സ്റ്റ് പറയുന്നത് ഐസൊലേറ്റ് ആൻഡ് ഐഡൻറ്റിഫൈങ് ദ പ്രോബ്ലം. നമ്മൾ ഒരു പ്രാവശ്യം ഒരു പ്രോബ്ലത്തിനെ ഡിഫൈൻ ചെയ്യുമ്പോൾ ആ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് ഒരുപാട് കാരണങ്ങളോ അല്ലെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസുകളോ അറൈസ് ചെയ്യാം. ഇപ്പോൾ ഒരു വലിയൊരു ഫേം ആണെന്നുണ്ടെങ്കിൽ ആ ഫേമിലെ ഒരു പ്രത്യേക സെക്ഷനിൽ മാത്രം എംപ്ലോയീസിൻ്റെ പ്രൊഡക്ടിവിറ്റി ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു സ്പെസിഫിക് ഏരിയ സെലക്ട് ചെയ്യുമ്പോൾ അതുപോലെ മറ്റുള്ള എംപ്ലോയീസിനെ അത് എഫക്റ്റ് ചെയ്യുന്നുണ്ടോ, അല്ല ഫേമിലുള്ള എന്താ പറയുക ഹ്യൂമൻ റിസോഴ്സ് പോളിസി എങ്ങനെയുള്ളതാണ്, ഏത് ടൈപ്പിലുള്ള ട്രെയിനിങ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ആദ്യമായി അവരെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇൻഡക്റ്റീവ് ട്രെയിനിങ് മാത്രമാണോ പ്രൊവൈഡ് ചെയ്യുന്നത്, മറ്റേതെങ്കിലും മോട്ടിവേഷണൽ പ്രോഗ്രാംസുകൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു പ്രൊഡക്ടിവിറ്റി ഡിക്രീസ് ചെയ്യുന്നത് എന്തുകൊണ്ട് എന്ന് പറയുന്ന ഒരു കാരണത്തിനെക്കുറിച്ച് അനലൈസ് ചെയ്യുമ്പോൾ അതുമായി റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരുപാട് ഫാക്ടേഴ്സുകളുണ്ടാവും, കോസസുകൾ ഉണ്ടായിരിക്കും. അതിൽ നിന്നും ഏതിനെ നമ്മൾ റിയൽ ആയിട്ടുള്ള പ്രോബ്ലമായി തിരഞ്ഞെടുക്കണമെന്നും അതിൽ നിന്ന് ക്ലിയർ ആയിട്ടുള്ളൊരു പ്രോബ്ലത്തിനെ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് അതിനൊരു സൊല്യൂഷൻ കൊടുക്കാനായിട്ട് റിസർച്ചർ ശ്രമിക്കുകയും ചെയ്യണം. അതാണ് തേർഡ് പോയിന്റ്, ഐസൊലേറ്റ് ആൻഡ് ഐഡൻറ്റിഫൈ ദി പ്രോബ്ലം. ഫോർത്ത് വൺ പറഞ്ഞത് ഡിറ്റർമിൻ ദ യൂണിറ്റ് ഓഫ് അനാലിസിസ്. അതായത് നമുക്ക് ഈ ഒരു ലേബേഴ്സിൻ്റെ പ്രൊഡക്ടിവിറ്റി ഡിക്രീസ് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു റീസൺ ഐഡൻറ്റിഫൈ ചെയ്തപ്പോൾ ഏതൊക്കെ ലേബേഴ്സിലാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളത് അത് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ ലേബേഴ്സിൽ നിന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇൻഫോർമേഷൻസുകൾ കളക്ട് ചെയ്യണം. അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള മെമ്പേഴ്സിൽ നിന്ന് ഇങ്ങനെയുള്ള ലേബേഴ്സിൻ്റെ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുന്നത് കൊണ്ട് അവരിൽ നിന്ന് ചില ഒരു ഇൻഫോർമലായിട്ടുള്ള ഡിസ്കഷനിലൂടെ ഡാറ്റ കളക്ട് ചെയ്യാം. അപ്പോൾ എവിടെ നിന്നാണ് നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യുന്നത്, ആരിൽ നിന്നാണ് കളക്ട് ചെയ്യുന്നത്, ആ സാമ്പിൾസിൻ്റെ എങ്ങനെയാണ് എത്ര ആളുകളെ സെലക്ട് ചെയ്യണം, ഇതൊക്കെയാണ് നമ്മൾ ഡിറ്റർമിൻ ദ യൂണിറ്റ് ഓഫ് അനാലിസിൽ പറഞ്ഞത്. നെക്സ്റ്റ് പറഞ്ഞത് ഒരു സ്റ്റെപ്പാണ് ഡിറ്റർമിൻ ദ വേരിയബിൾസിനെ ഡിറ്റർമിൻ ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഇവിടെ വേരിയബിൾസ് എന്ന് പറയുന്നൊരു ടോപ്പിക്കിലേക്കാണ് നമ്മൾ കടക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വേരിയബിൾസ് എന്താണെന്നുള്ളതാണ് ഞാനിവിടെ ആ ഒരു പോയിന്റിലേക്ക് നിങ്ങൾ എത്തിച്ചതാണ്. റിസർച്ചിൽ എന്താണ് ഈ വേരിയബിൾസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്തിനെയാണ് നമ്മൾ ഈ വേരിയബിൾസിനെ മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ആ പ്രോബ്ലം ഡെഫിനിഷനിൽ ആ സ്റ്റെപ്പ് പറയുമ്പോൾ ഡിറ്റർമിനിങ് ദ വേരിയബിൾസ് ആണ്. എന്താ ഡിറ്റർമിനിങ് ദ വേരിയബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റിസർച്ച് ടോപ്പിക്കിനെ അനലൈസ് ചെയ്യുമ്പോൾ ഒരുപാട് ഫാക്ടേഴ്സുകൾ, ഒരുപാട് ക്യാരക്ടറിസ്റ്റിക്സുകൾ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സുകളുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലേബേഴ്സ് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ലേബേഴ്സിൻ്റെ പ്രൊഡക്ടിവിറ്റി ഡിക്രീസ് ചെയ്യുന്നതിൻ്റെ ഒരുപാട് ഫാക്ടേഴ്സിനെ അനലൈസ് ചെയ്യുമ്പോഴാണ് ലേബർ പ്രൊഡക്ടിവിറ്റിയുടെ ഒറിജിനൽ റീസൺ എന്താണെന്നതും അതിനെ റെഡ്യൂസ് ചെയ്യാനായിട്ടുള്ള അല്ലെങ്കിൽ അതിനെ ഓവർകം ചെയ്യാനുള്ള മെഷർമെൻറ്റുകളും എടുക്കാനായിട്ട് കഴിയുക. അപ്പോൾ നമുക്ക് ഏതെല്ലാം ഫാക്ടേഴ്സുകളെയാണ് മെഷർ ചെയ്യേണ്ടത്, ഏത് വേരിയബിൾസുകളെ അല്ലെങ്കിൽ ഏത് ഇൻഫ്ലുവൻസിങ് ക്യാരക്ടറിസ്റ്റിക്സിനെ, ഏത് ആട്രിബ്യൂട്ടിനെ അല്ലെങ്കിൽ ഏതൊരു ട്രയറ്റിനെ, ഏതൊരു ഫീച്ചറിനെ അനലൈസ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ആ ഒരു ടോപ്പിക്കിനെ മെഷർ ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ അത് അനാലിസിലെത്താനായിട്ട് കഴിയുക. അപ്പോൾ അവിടെ നമ്മൾ ഡിറ്റർമിനിങ് ദ വേരിയബിൾസ് എന്നാണ് പറഞ്ഞത്.
ഡിറ്റർമിനിങ് ദ വേരിയബിൾസ്. ഏതൊരു സ്റ്റഡി ചെയ്യുമ്പോഴും നമുക്കൊരു മെഷറബിൾ ആയിട്ടുള്ള ഒരു ട്രയറ്റ് അല്ലെങ്കിൽ വാല്യൂ കിട്ടിയിരിക്കണം, ഒരു മെഷറബിൾ ആവണം അത്. അപ്പോൾ ഇവിടെ ഡിക്ഷണറി മീനിങ്ങിൽ വേരിയബിൾ എന്ന് പറയുമ്പോൾ ചേഞ്ചബിൾ അല്ലെങ്കിൽ ചേഞ്ചിങ് എന്നാ പറയുക. ഇറ്റ് ഈസ് വേരി, അത് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്നു, മാറിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ വേരിയബിൾ എന്ന് പറയുമ്പോൾ ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എനിത്തിങ് ദാറ്റ് വേരീസ് ഓർ ചേഞ്ചസ് ഇൻ ഇറ്റ്സ് വാല്യൂ. അതിൻ്റെ വാല്യൂവിൽ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫാക്റ്റിനെയാണ്, ഒരു ക്വാണ്ടിറ്റേറ്റീവായിട്ടുള്ള ക്വാളിറ്റേറ്റീവായിട്ടുള്ള ഒരു ഫിനോമിനയാണ് നമ്മൾ ഈ പറയുന്ന വേരിയബിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഇസ് വേരിയബിൾ റെപ്രസെൻറ്റ് മെഷറബിൾ ട്രയറ്റ്സ് ദാറ്റ് ക്യാൻ ചേഞ്ച് ത്രൂ ഔട്ട് അല്ലെങ്കിൽ ഓവർ ദി കോഴ്സ് ഓഫ് റിസർച്ച് ഓർ എക്സ്പെരിമെൻറ്റ്. നമ്മളൊരു സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഓരോ ഫാക്ടേഴ്സുകളും നമുക്ക് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ വാല്യൂ എത്രയാണെന്നുള്ളത് മെഷർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം ചേഞ്ചിങ് ചെയ്യുന്ന ആ ഒരു ക്വാണ്ടിറ്റി എത്രയാണോ അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി എത്രയാണോ എന്നുള്ളത് നമ്മൾ എന്തിനാണോ ചെയ്യുന്നത് ആ ഫാക്റ്റിനെയാണ് പറയുന്നത് വേരിയബിൾ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, സെയിൽസ് ആൻഡ് പ്രോഫിറ്റ് ഓഫ് എൻ ഓർഗനൈസേഷൻ ഈസ് എൻ വേരിയബിൾ. ഒരു ബിസിനസ് ഫേമിൻ്റെ പെർഫോമൻസ് നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ സെയിൽസും ദെൻ പ്രോഫിറ്റും എന്തായിരിക്കും അതിൻ്റെ വേരിയബിൾസ്. പെർഫോമൻസ് അനലൈസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പം വേരിയബിൾ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എനിത്തിങ് ദാറ്റ് വേരീസ് ഓർ ചേഞ്ചസ് ഇൻ ഇറ്റ്സ് വാല്യൂ. അതിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫാക്റ്റാണ് നമ്മൾ ഈ പറയുന്ന വേരിയബിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വേരിയബിൾസിന് ഒരു റിസർച്ച് സ്റ്റഡിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. നമ്മൾ ഏത് ടൈപ്പിലുള്ള സ്റ്റഡിയാണോ കണ്ടക്ട് ചെയ്യുന്നത്, ഇപ്പോൾ കോസൽ റിസർച്ച് ആവാം, ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചുകളാവാം, അനലിറ്റിക്കൽ റിസർച്ചുകളായിരിക്കാം. ഏത് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ കൺക്ലൂഷനിലെത്തുമ്പോൾ നമ്മൾ ആ വേരിയബിൾസിനെ, ആ ട്രയറ്റ്സിനെയാണ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് വേരിയബിൾസ് എന്ന് നമ്മൾ പറഞ്ഞപ്പോൾ പല ടൈപ്പിലുള്ള വേരിയബിൾസ് ബിസിനസ് റിസർച്ചിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വേരിയബിൾസുകളാണ്. നമ്പർ 1 ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, ഇൻ്റർവീനിങ് വേരിയബിൾ ആൻഡ് മോഡറേറ്റിംഗ് വേരിയബിൾ. ഡിപ്പെൻഡൻറ്റ്, ഇൻഡിപെൻഡൻറ്റ്, മോഡറേറ്റിംഗ് ആൻഡ് ഇൻ്റർവീനിങ് വേരിയബിൾ. നമുക്ക് ഓരോന്നും ഇതിനെ അനലൈസ് ചെയ്യേണ്ടതായിട്ട് വരും. വാട്ട് യു മീൻ ബൈ ഡിപ്പെൻഡൻറ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ? ഉള്ള വേരിയബിൾ എന്നുള്ള ടേംസ് നമുക്ക് വളരെ ഫെമിലിയർ ആണെന്നുണ്ടെങ്കിലും റിസർച്ചിൽ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് പറയുന്നത്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് വെൻ വി ആർ ഇൻവെസ്റ്റിഗേറ്റിംഗ് കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ്. അതായത് ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനും ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനും വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പായിട്ടുള്ള കോസൽ റിസർച്ചുകളാണ് കണ്ടക്ട് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനും ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. വാട്ട് യു മീൻ ബൈ കോസൽ റിസർച്ച്? നമ്മൾ മുമ്പ് പഠിച്ചതാണ് ടൈപ്സ് ഓഫ് റിസർച്ചിൽ കുറേ ടൈപ്സിലുള്ള റിസർച്ചുകൾ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് മൊഡ്യൂളിൽ പറഞ്ഞിട്ടുള്ളതാണ് ബേസിക് റിസർച്ച്, അപ്ലൈഡ് റിസർച്ച്. ബേസിക്കിനെ അപ്ലൈഡിനെ പറയുന്ന പ്യുവർ റിസർച്ച് ഓർ പ്രാക്ടിക്കൽ റിസർച്ച് എന്ന് പറയും. എക്സ്പ്ലോറേറ്ററി റിസർച്ച്, ദെൻ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്, അനലിറ്റിക്കൽ റിസർച്ച്, കോസൽ റിസർച്ച്, ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്, ക്വാളിറ്റേറ്റീവ് റിസർച്ച്, ദെൻ എംപിരിക്കൽ റിസർച്ച് എന്നൊക്കെ പറയുന്ന തിയററ്റിക്കൽ റിസർച്ച്. അങ്ങനെ ഒരു 10ഓളം റിസർച്ചുകളൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്ക് പല റിസർച്ചുകൾ കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പിനെ സ്റ്റഡി ചെയ്യുന്ന ഇൻവെസ്റ്റിഗേഷൻസുകളിലോ അല്ലെങ്കിൽ അനാലിസിലോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്റ്റാണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. അപ്പോൾ കോസൽ റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് യു മീൻ ബൈ കോസൽ റിസർച്ച്? കോസൽ റിസർച്ച് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമിൻ ദ വേരിയബിൾസ് ഇൻ റിലേഷൻഷിപ്പ് വിത്ത് ദ two variables. The cause and effect relationship is represented in the causal research. അതായത് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഒരു കോസും ഇഫക്റ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് അവിടെ എന്ത് ചെയ്യുന്നത്, സ്റ്റഡി ചെയ്യുന്നത്. In the causal research, the researcher is used to determine the variation takes place in the independent variable with the change in the dependent variable. അതായത് ഒരു കോസൽ റിസർച്ച് കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ റിസർച്ചിലെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ കൊണ്ട് ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൽ ഉണ്ടാകുന്ന ചേഞ്ചസുകൾ എന്തൊക്കെയാണ് അതാണ് സ്റ്റഡി ചെയ്തത്. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് increasing the sale of the ice cream it depends on the temperature. ഒരു എക്സാമ്പിൾ പറയുന്നത് ഐസ്ക്രീം, സെയിൽ ഓഫ് ഐസ്ക്രീം, then temperature, increasing of temperature.
അറിയാം ഹോട്ട് സീസണൊക്കെ ആകുമ്പോഴാണ് കൂൾ ഡ്രിങ്ക്സിനും ഐസ്ക്രീമിനൊക്കെ സെയിൽസ് ഇൻക്രീസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദ ഇൻക്രീസിങ് ഓഫ് ദി സെയിൽസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഇൻക്രീസിങ് ഓഫ് ദി ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഈ പറയുന്ന ഐസ്ക്രീം എന്ന് പറയുന്നതിൻ്റെ സെയിൽസ് അത് ഇൻക്രീസ് ചെയ്യുന്നതും ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ രണ്ട് വേരിയബിളുകളാണ്. ആ രണ്ട് സെയിൽ ഓഫ് ഐസ്ക്രീം എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ട്, ഇൻക്രീസിങ് ടെമ്പറേച്ചർ എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ട്. അതായത് ഇൻക്രീസിങ് ഓഫ് ദി സെയിൽ ഓഫ് ഐസ്ക്രീം ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടുമ്പോൾ നമ്മുടെ ഐസ്ക്രീമിൻ്റെ സെയിൽസ് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ രണ്ട് ഫാക്ടർ വരുമ്പോൾ ഇതേത് ടൈപ്പുള്ള ഫാക്ടറാണെന്നുള്ളതാണ് പറയുന്നത്. ഇൻ ഓൾവേസ് ഇൻഡിപെൻഡൻറ്റ് ഫാക്ടർ ഈസ് എൻ കോസ്. എപ്പോഴും ഒരു ഇൻഡിപെൻഡൻറ്റ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് ആയിരിക്കും, അതിൻ്റെ ഒരു റീസൺ ആയിരിക്കും. സോ ഇൻ ദിസ് എക്സാമ്പിൾ ടെമ്പറേച്ചർ ഈസ് ദി ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ടെമ്പറേച്ചർ ഈസ് ദി ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. Independent variable. Then ice cream is the dependent variable. Dependent variable. ഐസ്ക്രീമിനെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് നമുക്ക് പറയാം. In short, independent variable is the cause, but the dependent variable is the outcome or effect or result of the study. Then next പറയുന്നത്, in other words, independent variable is deemed to have caused influence on the dependent variable. അതായത് എപ്പോഴും നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആ ഒരു കോസ് കൊണ്ടാണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഉണ്ടാകുന്ന വേരിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ളൊരു കേസാണ് അല്ലെങ്കിൽ ഒരു എക്സാമ്പിളാണ് പ്രൈസ് ആൻഡ് ഡിമാൻഡ്. അതായത് ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സുകളുണ്ട്. അപ്പോൾ ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സുകൾ പ്രൈസ്, അല്ലെങ്കിൽ ഇൻകം ഓഫ് ദി കൺസ്യൂമേഴ്സ്, അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ഗുഡ്സുകൾ, ഇതൊക്കെ ഏത് കഴിഞ്ഞാലും സെയിൽസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ സെയിൽസ് ഡിക്രീസ് ചെയ്യുന്നുണ്ടോ. അപ്പോൾ പ്രൈസ് ആണെങ്കിൽ പ്രൈസ് ആൻഡ് സെയിൽസ്, പ്രൈസ് കൂടുന്തോറും സെയിൽസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ ഡിക്രീസ് ചെയ്യുന്നുണ്ടോ. അപ്പോൾ പ്രൈസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് സെയിൽസ് ഇൻക്രീസ് ചെയ്യുന്നതും ഡിക്രീസ് ചെയ്യുന്നതും. രണ്ടും ഡിപ്പെൻഡൻ്റ് ആൻഡ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വേരിയബിൾസുകളാണ്. നെക്സ്റ്റ് വേറൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊവൈഡിങ് ഓഫ് ദ ട്രെയിനിങ് പ്രോഗ്രാം ഓൺ ന്യൂ സ്കിൽസ് ഇറ്റ് ഇംപ്രൂവ്സ് ദി എഫിഷ്യൻസി ഓർ പ്രൊഡക്ടിവിറ്റി ഓഫ് ദി എംപ്ലോയേഴ്സ്. അതായത് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ എംപ്ലോയീസിൻ്റെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടോ. അപ്പോൾ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ടാണ് എംപ്ലോയീസിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുന്നത്. അപ്പോൾ ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഡിപെൻഡൻറ്റ് ഫാക്ടറാണ്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ, അതായത് ട്രെയിനിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ പെർഫോമൻസ് ഓഫ് എംപ്ലോയീസ് എന്ന് പറയുമ്പോൾ അത് ഡിപ്പെൻഡൻറ്റ് വേരിയബിളായി മാറി. അപ്പോൾ നമ്മുടെ റിസർച്ച് സ്റ്റഡീസിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ഈ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണ് ഈ വേരിയബിൾ എന്ന് പറയുന്നതും എന്തിനെയാണ് ഈ വേരിയബിളിനെ മെഷർ ചെയ്യുന്നത് എന്നുള്ളത്. ഇപ്പോൾ കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പിൽ എപ്പോഴും നമുക്ക് സ്റ്റഡി ചെയ്യുന്നത് ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും തമ്മിലൊരു റിലേഷൻഷിപ്പ് ആകുമ്പോൾ അതിനെ മെഷർ ചെയ്തുകൊണ്ടാണ് നമുക്ക് എത്രമാത്രം ചേഞ്ചസുകൾ ഉണ്ടാകുന്നു, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഉണ്ടാകുന്ന ചേഞ്ച്, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഉണ്ടാകുന്ന ചേഞ്ചിനെ എത്രമാത്രം അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ നമുക്ക് അനലൈസ് ചെയ്ത് കഴിഞ്ഞാലാണ് ആ ടോപ്പിക്കിൻ്റെ ഒരു സ്റ്റഡിയിലേക്ക് അല്ലെങ്കിൽ ഒരു കൺക്ലൂഷനിലേക്ക് അല്ലെങ്കിൽ ഫൈൻഡിങ്സിലേക്ക് എത്താനായിട്ട് കഴിയുക. ഇപ്പോൾ നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യുമ്പോൾ എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യുകയാണോ. അപ്പോൾ ആ ഒരു അനലറ്റിക്കൽ സ്റ്റഡീസുകളിൽ നമുക്ക് എത്രമാത്രം പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത് നമുക്ക് അനലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ട്രെയിനിങ് പ്രോഗ്രാമും പെർഫോമൻസ് ഓഫ് എംപ്ലോയീസും എന്ന് പറയുന്ന രണ്ട് ഫാക്ടറിനെയും സ്റ്റഡി ചെയ്യുമ്പോൾ നമുക്കൊരു പുതിയൊരു സജഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ കോഴ്സ് റിസർച്ചിലൊക്കെ കൂടുതലായിട്ടും നമുക്ക് യൂസ് ചെയ്യുന്ന ഒരു വേരിയബിളുകളാണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആൻഡ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ എപ്പോഴും മാനിപ്പുലേറ്റ് ചെയ്യും. അതായത് ഇപ്പോൾ ട്രെയിനിങ് എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണ്. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആയിട്ടുള്ള ട്രെയിനിങ് കൂടുതൽ പ്രൊവൈഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുമോ, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആയിട്ടുള്ള പെർഫോമൻസ് ഓഫ് എംപ്ലോയീസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ അതോ ഡിക്രീസ് ചെയ്യുകയാണോ ചെയ്യുന്നത്. അപ്പോൾ ആ ഇൻഡിപെൻഡൻറ്റ് ഫാക്ടറിനെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഉണ്ടാകുന്ന ചേഞ്ചസ് എത്രമാത്രം ഉണ്ടാകും എന്നുള്ളതാണ് അനാലിസിലൂടെ
ആ ഡാറ്റയെ അനലൈസ് ചെയ്തുകൊണ്ട് സ്റ്റഡി ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. നെക്സ്റ്റ് വൺ പറയുന്നത് ഇൻ്റർവീനിങ് വേരിയബിൾ ആണ്. ഇൻ്റർവീനിങ് വേരിയബിൾ എന്താ ഇൻ്റർവീനിങ് വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇൻ്റർവീനിങ് വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ why there is the relationship between two variables, that is it is one which suggests that the relationship between the independent variable and dependent variable is not in a direct one. അതായത് ഇപ്പോൾ നമുക്ക് എപ്പോഴും ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ഇൻഡിപെൻഡൻറ്റ് വേരിയബിളുകളും ചില ഡയറക്റ്റായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ആയിരിക്കില്ല വരുന്നത്. അപ്പോൾ ആ ഡയറക്റ്റായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്തുകൊണ്ടാണ് ആ റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നത് എന്ന് പറയുന്നത്, എങ്ങനെയാണ് ആ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് പറയുന്ന ഒരു തേർഡ് ഫാക്ടറിനെയാണ് ഇൻ്റർവീനിങ് വേരിയബിൾ എന്ന് പറയുന്നത്. ഇൻ്റർവീനിങ് എന്ന് പറഞ്ഞാൽ അതിൽ ഇടയിൽ വരുന്നത് എന്ന് പറയാം. അപ്പോൾ ആ ഇൻ്റർവീനിങ് വേരിയബിൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിലും ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ആ റിലേഷൻഷിപ്പിനെ എങ്ങനെയാണ് അസോസിയേറ്റ് ചെയ്യുന്നത്, ആ റിലേഷൻഷിപ്പിന് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് പറയുന്ന ഒരു വേരിയബിളാണ് ഇൻ്റർവീനിങ് വേരിയബിൾ. ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഓറിയൻറ്റേഷൻ, ഒരു ഫേം കൊടുക്കുന്ന മാർക്കറ്റ് ഓറിയൻറ്റേഷൻ പ്രോഗ്രാംസുകൾ, ഇറ്റ് ഹെൽപ്സ് ടു ഇംപ്രൂവ് ദി പെർഫോമൻസ് ഓഫ് ഓർഗനൈസേഷൻ. പെർഫോമൻസ് ഓഫ് ഓർഗനൈസേഷൻ ഫേമിൻ്റെ ഒരു പെർഫോമൻസിനെ ഇൻക്രീസ് ചെയ്യും. അതായത് ഓർഗനൈസേഷനിൽ നല്ലൊരു പ്രൊഡക്ടിവിറ്റി, പ്രോഫിറ്റബിലിറ്റി അതൊക്കെയാണ് ഫേമിൻ്റെ പെർഫോമൻസിനെ എക്സിബിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു മാർക്കറ്റ് ഓറിയൻറ്റേഷൻ പ്രോഗ്രാമുകൾ ആ മാനേജ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതോടുകൂടെ പെർഫോമൻസ് ഓഫ് ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നു, ഇംപ്രൂവ് ചെയ്യുന്നു. അപ്പോൾ ആ പറയുന്ന ഒരു എക്സാമ്പിളിൽ ഈ ഓർഗനൈസേഷൻ്റെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു റീസണിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അവിടെ വേറൊരു ഫാക്ടറും കൂടെ വരുന്നുണ്ട്. എത്രമാത്രം മാർക്കറ്റ് ഓറിയൻറ്റേഷൻ പ്രോഗ്രാമുകൾ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാലും അത് എംപ്ലോയീസിൻ്റെ ആറ്റിറ്റ്യൂഡ് പോലെ ഇരിക്കുക. അത് ആ പ്രൊവൈഡ് ചെയ്യുന്ന പ്രോഗ്രാമിലൂടെ എംപ്ലോയീസ് എന്ത് ചെയ്തിരിക്കണം, സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. അവർ ബെറ്റർ പെർഫോമൻസ് ചെയ്യുമ്പോഴാണ് ഫേമിനെ അൾട്ടിമേറ്റ്ലി ആ ഓർഗനൈസേഷൻ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഓറിയൻറ്റേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും അവിടെ ഒരു ഫാക്ടർ വരുന്നുണ്ട്, എംപ്ലോയീസ് ആറ്റിറ്റ്യൂഡ്. Employees attitude or satisfaction, employees satisfaction or attitude. That it has been speculated that higher level of market orientation are associated with the level of employee satisfaction. It leads to the performance of the organization. മാർക്കറ്റ് ഓറിയൻറ്റേഷൻസുകൾ എത്ര ഹൈ ലെവലിൽ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാലും എംപ്ലോയീസ് സാറ്റിസ്ഫൈഡ് ആകുന്നതോട് കൂടെയാണ് അത് ഓർഗനൈസേഷൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിലേക്ക് അല്ലെങ്കിൽ പെർഫോമൻസിലേക്ക് അറ്റൈൻ ചെയ്യുന്നത്. അപ്പോൾ ഓർഗനൈസേഷൻ്റെ പെർഫോമൻസിനെ ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഓറിയൻറ്റേഷൻ മാത്രമല്ല, അതിൽ ഏറ്റവും അസോസിയേറ്റഡ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ആറ്റിറ്റ്യൂഡ്സ് ഓഫ് ദി എംപ്ലോയീസ് അല്ലെങ്കിൽ എംപ്ലോയീസ് സാറ്റിസ്ഫാക്ഷൻ. ഇതിൽ കടന്നു വന്നിട്ടുള്ള ഈ എംപ്ലോയീസ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നതിന് ആ ഫാക്ടറിനെ പറയുന്നതാണ് ഇൻ്റർവീനിങ് വേരിയബിൾ. ഇൻ്റർവീനിങ് വേരിയബിൾ. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു സെൻറ്റൻസിലേക്ക് വീണ്ടും വരാം. ഇറ്റ് ഈസ് വൺ വിച്ച് സജസ്റ്റ് ദാറ്റ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആൻഡ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഈസ് നോട്ട് എൻ ഡയറക്റ്റ് വൺ. നമുക്ക് മാർക്കറ്റ് ഓറിയൻറ്റേഷൻ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാലും നമുക്കതിൽ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്തു എന്നുള്ളത് കംപ്ലീറ്റ് പറയാനായിട്ട് പറ്റില്ല. കാരണം എത്രമാത്രം എംപ്ലോയീസ് ആ മാർക്കറ്റ് ഓറിയൻറ്റേഷൻ പ്രോഗ്രാമിലൂടെ സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ടോ, ആ സാറ്റിസ്ഫാക്ഷനിലൂടെ കൊണ്ടാണ് അവരുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നത്. ആ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് ഫേമിൻ്റെ പെർഫോമൻസിനെ ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ എംപ്ലോയീസിൻ്റെ ആറ്റിറ്റ്യൂഡ് പോസിറ്റീവാണോ നെഗറ്റീവാണോ ആ ഒരു ബേസിലാണ് പെർഫോമൻസിൻ്റെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ഡിപ്പെൻഡൻറ്റ് വേരിയബിളും എന്തുകൊണ്ടാണ് ആ റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നത് എന്നുള്ള ആ റീസണാണ് ഏതുകൊണ്ട് സംഭവിക്കുന്നത്, എംപ്ലോയീസ് ആറ്റിറ്റ്യൂഡ് കൊണ്ട് സംഭവിക്കുന്നത്. ദാറ്റ്സ് എംപ്ലോയീസ് ആറ്റിറ്റ്യൂഡ് ഓർ സാറ്റിസ്ഫാക്ഷൻ ഓഫ് എംപ്ലോയീസ് ആൻഡ് ഇൻ്റർവീനിങ് വേരിയബിൾ. ഇതാണ് ഇൻ്റർവീനിങ് വേരിയബിളിനൊരു എക്സാമ്പിൾ പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത്
മോഡറേറ്റിംഗ് വേരിയബിളാണ്. മോഡറേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഓൾട്ടർ ചെയ്യുന്ന, ഒരു ചേഞ്ച് ചെയ്യുന്ന വേരിയബിളിനാണ് മോഡറേറ്റിംഗ് വേരിയബിൾ ഓർ മോഡറേറ്റിംഗ് വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വേരിയബിളിൽ ദിസ് ഈസ് എ ടൈപ്പ് ഓഫ് വേരിയബിൾ മോഡറേറ്റ് ബിറ്റ്വീൻ ടു വേരിയബിൾ. ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെയും ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെയും മോഡറേറ്റ് ചെയ്യും, അതൊരു ഓൾട്ടറേഷനിലേക്ക് തരും. ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നത് ഈ പറയുന്ന മോഡറേറ്റിംഗ് വേരിയബിൾ ഉള്ളത് കൊണ്ടാണ്. ദാറ്റ് ഈസ് എ moderating variable is one which alters the relationship between the dependent and independent variable, which alters the relationship between dependent and independent variable, or relation between the dependent variable and independent variable occurs on the altering of the third variable. That the third variable is known as moderating variable. അതായത് നമുക്ക് വേരിയബിളിൽ ഉണ്ടാകുന്ന വേരിയേഷൻ സംഭവിക്കുന്നത് വേറൊരു ഇതിലേക്ക് കടന്നു വന്നിട്ടുള്ള വേരിയബിളിൻ്റെ കാരണം കൊണ്ടാണ്. ആ തേർഡ് വേരിയബിളിന് പറയുന്ന പേരാണ് മോഡറേറ്റിംഗ് വേരിയബിൾ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇൻക്രീസ് ഇൻ ഡെയിലി വേജ് ഇൻക്രീസസ് ദ കൺസംഷൻ ഓഫ് ലിക്വർ. ഇറ്റ് ഈസ് നോട്ട് ഓൾവേസ് ഇൻ ഫീമെയിൽ ബട്ട് ഓൾവേസ് ഹാപ്പൻ ഇൻ ദി മെയിൽ. ഒരു എക്സാമ്പിളാണ് പറയുന്നത്. അതായത് നമ്മൾ ഡെയിലി വേജ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടുതൽ ഇൻകം കിട്ടും തോറും ചില കേസുകളിൽ ലിക്വറിൻ്റെ കൺസംഷൻ മെന്നിൽ കൂടാനുള്ള സാധ്യതയുണ്ട്. അതായത് ഫീമെയിലാണെന്നുണ്ടെങ്കിൽ അത് ലിക്വർ കൂടുതൽ കൺസ്യൂം ചെയ്യാത്തതുകൊണ്ട് അത് ഇൻക്രീസ് ചെയ്യില്ല. പക്ഷെ മെന്നിൻ്റെ കേസിലാണ് ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻക്രീസിങ് ഇൻകം ലെവൽ എന്ന് പറയുന്നത് ഒരു ഫാക്ടറാണ്, ഒരു ഇൻഡിപെൻഡൻറ്റ് ഫാക്ടറാണ്. കൺസംഷൻ ഓഫ് ദ ലിക്വർ എന്ന് പറയുന്നത് മറ്റൊരു ഡിപ്പെൻഡൻറ്റ് ഫാക്ടറാണ്. പക്ഷെ അത് ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ ഡിക്രീസ് ചെയ്യുന്നുണ്ടോ എന്ന് തീരുമാനിക്കുന്നത് മറ്റൊരു ഫാക്ടറാണ്. ദാറ്റ് ഈസ് എ ജെൻഡറാണ്. മെയിലാണോ ഫീമെയിലാണോ എന്ന് പറയുന്ന ഒരു ഫാക്ടറാണത് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വേരിയബിളിനെ, ആ റിലേഷൻഷിപ്പിനെ ചേഞ്ച് ചെയ്യുന്ന, ഓൾട്ടർ ചെയ്യുന്ന അല്ലെങ്കിൽ മോഡറേറ്റിംഗ് ചെയ്യുന്ന വേരിയബിളിനെ പറയുന്ന പേരാണ് മോഡറേറ്റിംഗ് വേരിയബിൾ. നമ്മൾ ഈ പറയുന്നത് തന്നെ എക്സാമ്പിളിലേക്ക് വീണ്ടും വരികയാണെന്നുണ്ടെങ്കിൽ ഒരു എക്സാമ്പിൾ കൂടെ പറയാം. അതായത് മാർക്കറ്റ് ഓറിയൻറ്റേഷൻ, ഇറ്റ് ഹെൽപ്സ് ടു ഇംപ്രൂവ് ദി പെർഫോമൻസ് ഓഫ് ദി ഓർഗനൈസേഷൻ. അതായത് ഫേമിൽ കൊടുക്കുന്ന മാർക്കറ്റ് പ്രോഗ്രാം, മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസുകൾ, മാർക്കറ്റിംഗ് പോളിസീസുകൾ, പ്രോഗ്രാംസുകൾ, ഇതെല്ലാം ഫേമിൻ്റെ ഹയർ ലെവലിലേക്ക് അറ്റൈൻ ചെയ്യാനായിട്ട് ഫേമിന് ഹെൽപ്ഫുൾ ആകും. അപ്പോൾ അതിലൂടെ എംപ്ലോയീസ് സാറ്റിസ്ഫൈഡായി മാറും. എംപ്ലോയീസ് സാറ്റിസ്ഫാക്ഷനും പെർഫോമൻസ് ഓഫ് ഓർഗനൈസേഷന് ഹെൽപ്ഫുള്ളാണ്. പക്ഷേ ഇങ്ങനെ എംപ്ലോയീസ് സാറ്റിസ്ഫൈഡ് ആവണമെന്നുണ്ടെങ്കിൽ ഏത് ടൈപ്പിലുള്ള പോളിസീസുകൾ അഡോപ്റ്റ് ചെയ്യണം, എങ്ങനെയുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾ കൊണ്ടുവരണം, എങ്ങനെയുള്ള സ്ട്രാറ്റജീസുകളാണ് ഫോർമുലേറ്റ് ചെയ്യേണ്ടത്, അതെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് എക്സ്പേർട്ടൈസ് ആയിട്ടുള്ള മാനേജീരിയൽ പേഴ്സൺസിനെ കൊണ്ടാണ്. അപ്പോൾ എക്സ്പേർട്ടൈസ് ആയിട്ടുള്ള ഒരു മാനേജീരിയൽ അല്ലെങ്കിൽ എക്സ്പേർട്ടൈസ് മാനേജ്മെൻറ്റ് ഇവരുടെ ട്രെയിനിങ് പ്രോഗ്രാം കൊണ്ട് അല്ലെങ്കിൽ അവരെടുക്കുന്ന പോളിസീസിൻ്റെ ബേസിലാണ് എംപ്ലോയീസ് സാറ്റിസ്ഫൈഡ് ആവുന്നതും. ഇത് ഓൾസോ ലെഡ്സ് ടു ദി ഇൻക്രീസിങ് ഓഫ് പെർഫോമൻസ് ഓഫ് ദി ഓർഗനൈസേഷൻ. അപ്പോൾ ഇവിടെ വരുന്ന തേർഡ് ഫാക്ടർ, അതായത് ഈ പെർഫോമൻസ് ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഡിപ്പെൻഡിങ് ഫാക്ടറിനെ ഓൾട്ടർ ചെയ്യുന്നത് ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ എക്സ്പേർട്ടൈസ് മാനേജ്മെൻ്റ് ആണ്. എല്ലാ മാനേജ്മെൻറ്റും മാർക്കറ്റ് ഓറിയൻറ്റേഷൻ പ്രോഗ്രാമുകൾ പ്രൊവൈഡ് ചെയ്യും. പക്ഷേ യൂസ്ഫുൾ ആയിട്ടുള്ള, ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള, എംപ്ലോയീസിനെയും കൂടെ ഹെൽപ്ഫുൾ ആകുന്ന ഒരു മാർക്കറ്റ് സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യുമ്പോഴാണ് അത് എംപ്ലോയീസിനും ഫേമിനും പെർഫോമൻസിനെ ഇൻക്രീസ് ചെയ്യുന്നത്. അത് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്നത് ഒരു എക്സ്പേർട്ടൈസ് ആയിട്ടുള്ള മാനേജ്മെൻറ്റിനാണ്. അപ്പോൾ എക്സ്പേർട്ടൈസ് ആയിട്ടുള്ള മാനേജ്മെൻറ്റ് പേഴ്സണൽസ് അല്ലെങ്കിൽ അവരുടെ ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു വേരിയബിളാണ് നമ്മൾ ഈ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ അത് ഓൾട്ടർ ചെയ്യുന്നത്. ഡിപ്പെൻഡൻ്റ് ആൻഡ് ഇൻഡിപെൻഡൻ്റിലുള്ള വേരിയബിൾസിനെ ഓൾട്ടറിങ് ചെയ്യുന്ന ഒരു ഫാക്ടർ എക്സ്പേർട്ടൈസ് മാനേജ്മെൻ്റ് ആണ്. ദാറ്റ് ഈസ് ദ മോഡറേറ്റിംഗ് വേരിയബിൾ. ഇപ്പോൾ ഈ എക്സ്പേർട്ടൈസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഫാക്ടറിന് പറയുന്ന പേരാണ് മോഡറേറ്റിംഗ് വേരിയബിൾ.
ഇത്രയാണ് നമുക്ക് വേരിയബിൾ എന്ന് പറയുന്ന ടേമിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഈ വേരിയബിൾസിനെ മെഷർ ചെയ്തുകൊണ്ടാണ് ആ ഡാറ്റയെ അനലൈസ് ചെയ്യുന്നതും അതിലൊരു അനാലിസിൽ നിന്ന് ഒരു ഫൈൻഡിങ്സിലേക്ക് ഒരു സൊല്യൂഷനിലേക്കും എത്തുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി എന്താണ് ഈ വേരിയബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതും എന്തിനൊക്കെയാണ് വേരിയബിൾസുകൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളതും ഏതൊക്കെ ടൈപ്പിലുള്ള വേരിയബിൾസുകൾ ഉണ്ട് എന്നുള്ളതും. ഒരു പ്രോബ്ലത്തിനെ നമുക്ക് അനലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പ്രോബ്ലത്തിനെ അഫക്റ്റ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ്, ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അത് മെഷറബിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് ടേമിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിനെ വേരിയബിൾ എന്ന് നമുക്ക് പറയും. ആ വേരിയബിൾസുകൾ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്, അതിൻ്റെ വാല്യൂസുകൾ ചേഞ്ചിങ് ചെയ്യാം, അതിൻ്റെ ക്വാണ്ടിറ്റിയിലോ അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റീസിലോ എന്ത് ചെയ്യാം, ചേഞ്ചിങ് ചെയ്യാം. അപ്പോൾ ആ ചേഞ്ചിങ് ചെയ്യുന്നത് എത്രമാത്രം ഉണ്ട് എന്നുള്ളതിൻ്റെ ബേസിൽ നോക്കി നമുക്ക് ഡാറ്റകളെ അനലൈസ് ചെയ്യാം. അപ്പോൾ കോമൺ ആയിട്ടും ബിസിനസ് റിസർച്ചിൽ ഉള്ള വേരിയബിൾസുകളാണ് നമ്മൾ ഈ പറഞ്ഞ ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ദെൻ മോഡറേറ്റിംഗ് വേരിയബിൾ ആൻഡ് ഇൻ്റർവീനിങ് വേരിയബിൾസ്. ദെൻ ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് ദ ഹൈപ്പോത്തിസിസ്. ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക് തന്നെയാണ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഇൻട്രൊഡക്ഷനിലേക്ക് തന്നെ പോവുകയാണ്. അതായത് സ്റ്റേജസ് ഓഫ് ദ ബിസിനസ് റിസർച്ചിൽ നമ്മൾ തേർഡ് സ്റ്റേജ് എത്തിയപ്പോഴാണ് വേരിയബിൾ എന്ന് പറയുന്ന ടേമിനെ കുറിച്ച് അനലൈസ് ചെയ്തത്. അതിൻ്റെ ഒരു എന്തൊക്കെയാണ് വേരിയബിൾസുകൾ, ടൈപ്സിലുള്ള വേരിയബിൾസുകൾ എങ്ങനെയാണ് ബിസിനസ് റിസർച്ചുകളിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നത് ആ വേരിയബിൾസിനെ കുറിച്ച് പറഞ്ഞത് ആ സ്റ്റേജിലാണ്. തേർഡ് സ്റ്റേജ് ഫോർമുലേഷൻ ഓഫ് റിസർച്ച് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് എ പ്രോബ്ലം ഡെഫിനിഷനിലാണ് പറഞ്ഞത്. നെക്സ്റ്റ് സ്റ്റെപ്പാണ് ബിസിനസ് റിസർച്ചിലെ സ്റ്റെപ്പാണ് ഫോർമുലേഷൻ ഓഫ് ഹൈപ്പോത്തിസിസ്. ഒരു സ്റ്റഡിയുടെ മുൻപേ നമ്മൾ ഇനീഷ്യൽ സ്റ്റേജിൽ നമുക്ക് ആ സ്റ്റഡിക്ക് ഒരു ടെൻറ്റേറ്റീവായിട്ടുള്ളൊരു സൊല്യൂഷൻ ഉണ്ട് എന്നുള്ളത് അസ്യൂം ചെയ്യാണ്. ആ അസ്യൂം ചെയ്യുന്ന പ്രഡിക്ഷനെ പറയുന്ന പേരാണ് ഹൈപ്പോത്തിസിസ്. സോ ഹൈപ്പോത്തിസിസ് ഈസ് എ സ്പെസിഫിക് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എ പ്രഡിക്ഷൻ. പ്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മുൻകൂട്ടി കാൽക്കുലേറ്റ് ചെയ്യാണ്. ദാറ്റ് ഈസ് ഇറ്റ് ഡിസ്ക്രൈബ്സ് ദ കോൺക്രീറ്റ് ടേം ഓർ ഐഡിയ what the researcher expects to happen in the study. അതായത് ഏതൊരു റിസർച്ച് ചെയ്ത് കഴിഞ്ഞാലും ആ റിസർച്ച് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? വെൻ എ പ്രോബ്ലം അറൈസസ്, വെൻ എ ഡിഫിക്കൽട്ടി ഫേസസ്. ഒരു പ്രോബ്ലം നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ, ഒരു ഇഷ്യൂ വരുമ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യുന്നത്. ആ സ്റ്റഡി ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡി വരുമ്പോഴാണ് അതിനെ റിസർച്ച് എന്ന് പറയുന്നത്. ദെൻ റിസർച്ച് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട് എ പ്രോബ്ലം ഓർ ടു സോൾവ് എ പ്രോബ്ലം ഓർ ടു ഫൈൻഡ് ഔട്ട് ആൻ ആൻസർ ടു ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സൊല്യൂഷൻ കിട്ടും. ആ സൊല്യൂഷൻ കിട്ടുമ്പോൾ ആ സൊല്യൂഷൻ കിട്ടുന്നതിനേക്കാൾ മുമ്പായിട്ട് റിസർച്ചർ പ്രൊപ്പോസ് ചെയ്യാണ്. അതായത് ഈ ഒരു സൊല്യൂഷൻ, ഇങ്ങനെയുള്ള സൊല്യൂഷൻ, ടെൻറ്റേറ്റീവായിട്ടുള്ള ഒരു സൊല്യൂഷന് അയാൾ ഫോർകാസ്റ്റ് ചെയ്യാണ്, പ്രെഡിക്റ്റ് ചെയ്യാണ്, ഒരു എസ്റ്റിമേഷൻ കൊണ്ടുവരാണ്, അതിനെ ഒരു അസ്യൂം ചെയ്യാണ്. ആ അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ അസംഷൻസുകളായിട്ടുള്ള ഈ ഹൈപ്പോത്തിസുകൾ, ടെൻറ്റേറ്റീവായിട്ടുള്ള എക്സ്പ്ലനേഷൻസുകളൊന്നും നമുക്ക് റിയൽ പ്രോബ്ലം സൊല്യൂഷൻ ആകണം എന്നില്ല. പക്ഷേ ഒരു ഹൈപ്പോത്തിസിനെ ഡെവലപ്പ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കൊരു പ്രോപ്പർ ഡയറക്ഷനിലേക്ക്, റിസർച്ച് ഫൈൻഡിങ്സിലേക്ക് റിസർച്ചർക്ക് ഈസിലി കടന്നു ചെല്ലാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ ആ ടെൻറ്റേറ്റീവായിട്ടുള്ള അസംഷൻ, അതിനെ പറയുന്ന പേരാണ് ഹൈപ്പോത്തിസിസ്. അപ്പോൾ ഓരോ റിസർച്ചുകളും സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഒരു പ്രോബ്ലം അറൈസ് ചെയ്യുമ്പോഴാണ്, ഒരു ഡിഫിക്കൽട്ടി, ഒരു നീഡ് അറൈസ് ചെയ്യുമ്പോഴാണ്. അതുകൊണ്ട് നമ്മൾ പറയും ഓൾ റിസർച്ച് ആക്ടിവിറ്റീസ് ആർ പ്രോബ്ലം ഓറിയൻറ്റഡ്, നീഡ് ബേസ്ഡ് എന്നൊക്കെ പറയാറുണ്ട്. നമ്മൾ എക്സ്പ്ലോറേറ്ററി റിസർച്ച് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ റിസർച്ചൊക്കെ പഠിക്കുമ്പോൾ അതിൻ്റെ ഒരു മെയിൻ ഫീച്ചറായിരുന്നു. അപ്പോൾ ഒരു റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ റിസർച്ചർക്ക് മുന്നിൽ അയാൾ പ്രൊപ്പോസ് ചെയ്യുന്ന, അതായത് ആ ഒരു പ്രോബ്ലത്തിനെ സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് അയാൾ പ്രൊപ്പോസ് ചെയ്യുന്ന ചില സ്റ്റേറ്റ്മെൻറ്റുകൾ ഉണ്ടാകും. ആ സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഇവിടെ പറയുന്ന ഹൈപ്പോത്തിസിസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദിസ് ആൻ ഹൈപ്പോത്തിസിസ് ഈസ് എൻ സ്റ്റേറ്റ്മെൻറ്റ് ഓർ എക്സ്പ്ലനേഷൻ ഓർ assumption or prediction or guessing or tentative solution to the problem. The tentative solution is called as ഹൈപ്പോത്തിസിസ്. ടെൻറ്റേറ്റീവായിട്ടുള്ള ഈ സൊല്യൂഷൻസുകൾ ഒറിജിനലി ആ പ്രോബ്ലത്തിനുള്ള ഒരു റിയൽ
സൊല്യൂഷൻ ആകണം എന്നില്ല. പക്ഷേ നമ്മളെപ്പോഴും ആ ടെൻറ്റേറ്റീവായിട്ടുള്ളൊരു സൊല്യൂഷൻ അല്ലെങ്കിൽ ടെൻറ്റേറ്റീവായിട്ടുള്ളൊരു റീസൺസുകൾ നമ്മൾ അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് കൂടുതൽ എന്ത് ചെയ്യാം, എക്സ്പ്ലനേഷനിലേക്ക് എത്താനായിട്ട് കഴിയും. അത് ശരിയാണോ അല്ലെങ്കിൽ അത് തെറ്റാണോ എന്ന് അനലൈസ് ചെയ്യുന്നതോടുകൂടെ നമുക്ക് റിയൽ ഫാക്റ്റിലേക്ക് അറ്റൈൻ ചെയ്യാനായിട്ട് കഴിയും. ഫോർ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്ന ഒരു പ്രോബ്ലം നമ്മുടെ ഇക്കോണമിയിൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് അൺഎംപ്ലോയ്മെൻറ്റ്. അപ്പോൾ എങ്ങനെയാണ് ഈ അൺഎംപ്ലോയ്മെൻറ്റിനെ റെഡ്യൂസ് ചെയ്യുക? ടു റെഡ്യൂസ് ദ അൺഎംപ്ലോയ്മെൻറ്റ് പ്രോബ്ലം, നമ്മുടെ ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലം എങ്ങനെ നമുക്ക് റെഡ്യൂസ് ചെയ്യണം. അപ്പോൾ അൺഎംപ്ലോയ്മെൻറ്റ് റെഡ്യൂസ് ചെയ്യാൻ, അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ട് എന്ന് പറയുന്ന ഒരു പ്രോബ്ലത്തിനെ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ അതുമായി റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ഫാക്ടേഴ്സുകൾ നമുക്ക് സ്റ്റഡി ചെയ്യേണ്ടതായിട്ട് വരും. എന്തുകൊണ്ടാണ് ഈ അൺഎംപ്ലോയ്മെൻറ്റ് സംഭവിക്കുന്നത്, ഏത് സെക്ടറുകളിലാണ് കൂടുതൽ അൺഎംപ്ലോയ്മെൻ്റ് ഉള്ളത്. ഇപ്പോൾ ഇന്ത്യൻ ഇക്കോണമിയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഓരോ സ്റ്റേറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ എവിടെയാണ് അൺഎംപ്ലോയ്മെൻറ്റ്, മെയിലാണോ ഫീമെയിലാണോ അൺഎംപ്ലോയ്മെൻറ്റ് കൂടുതലുള്ളത്, റൂറൽ ഏരിയയിലാണോ അർബൻ ഏരിയയിലാണോ, അത് ലിറ്ററസി ഉള്ളത് കൊണ്ടാണോ ഇല്ലാത്തത് കൊണ്ടാണോ, വിദ്യാഭ്യാസം അത് പ്രാക്ടിക്കൽ നോളജ് ഉള്ളത് കൊണ്ടാണോ ഇല്ലാത്തത് കൊണ്ടാണോ, ഇനി ഗവൺമെൻറ് പോളിസീസുകൾ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ പോളിസീസുകൾ അതുകൊണ്ടൊക്കെയാണോ, പ്രാക്ടിക്കൽ നോളജ് ഇല്ലാത്തത് കൊണ്ടാണോ അൺഎംപ്ലോയ്മെൻറ്റ് റൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ കാൻഡിഡേറ്റ്സിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡാണ്. ചില ആളുകൾക്ക് എല്ലാ ടൈപ്പുള്ള ജോലി ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല, വൈറ്റ് കോളറായിട്ടുള്ള ജോബ് മാത്രം, എക്സിക്യൂട്ടീവ് ജോബ്സുകൾക്ക് മാത്രമേ താല്പര്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ പ്രൈമറി സെക്ടറിലൊക്കെ വരുന്ന എംപ്ലോയ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ അതിലേക്കൊന്നും ആളുകൾ ഉണ്ടാവില്ല. അപ്പം അങ്ങനെ പറയുന്ന ഒരുപാട് റീസൺസുകളെ അനലൈസ് ചെയ്ത് കഴിഞ്ഞാലാണ് അൺഎംപ്ലോയ്മെൻറ്റ് എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്നുള്ളതും അത് റെഡ്യൂസ് ചെയ്യാനുള്ള മെഷർമെൻറ്റുകൾ എടുക്കാനായിട്ടും കഴിയുകയുള്ളൂ. അപ്പോൾ ടെൻറ്റേറ്റീവായിട്ടുള്ള സൊല്യൂഷൻസുകൾ നമ്മളൊരു പ്രോബ്ലത്തിനെ സ്റ്റഡി ചെയ്യുമ്പോൾ ഡെവലപ്പ് ചെയ്യണം. ആ ടെൻറ്റേറ്റീവായിട്ടുള്ള സൊല്യൂഷൻസുകൾക്ക് പറയുന്ന പേരാണ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹൈപ്പോത്തിസിനെ നമുക്ക് ഒറിജിനൽ സൊല്യൂഷൻ അല്ല എന്നുണ്ടെങ്കിലും ഈ ഹൈപ്പോത്തിസിനെ വീണ്ടും സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സുകൾ ഉപയോഗിച്ചുകൊണ്ട് അതിനെ ടെസ്റ്റിംഗ് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ വെരിഫയബിലിറ്റി ഉള്ളതാണോ എന്നുള്ളത് നോക്കാം. അതായത് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള ഈ ടെൻറ്റേറ്റീവ് സൊല്യൂഷൻ റിയൽ സൊല്യൂഷനാണോ അല്ലെങ്കിൽ റിയൽ പ്രോബ്ലം ആണോ, നമ്മൾ അസ്യൂം ചെയ്ത് തന്നെയാണോ ഈ പറയുന്ന അൺഎംപ്ലോയ്മെൻറ്റിനുള്ള റീസൺ എന്നുള്ളത്, അത് റെഡ്യൂസ് ചെയ്യാനുള്ള മെഷർമെൻറ്റ് എടുക്കാം. അപ്പോൾ ടെൻറ്റേറ്റീവായുള്ള സൊല്യൂഷൻസുകളും അസംഷൻസുകളും എക്സ്പ്ലനേഷൻസുകളും പ്രഡിക്ഷൻസുകളും വെച്ചുകൊണ്ടാണ് ഒരു റിസർച്ചർ ഒരു ഫൈൻഡിങ്സിലേക്ക് അല്ലെങ്കിൽ അൺആൻസേർഡ് ആയിട്ടുള്ള പല ക്വസ്റ്റ്യൻസുകൾക്കും ആൻസർ കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നത്. അപ്പം അത് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഹൈപ്പോത്തിസുകൾ എല്ലാ സ്റ്റഡീസുകൾക്കും ഹൈപ്പോത്തിസ് ഡെവലപ്പ് ചെയ്യണമെന്നില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എക്സ്പ്ലോറേറ്ററി റിസർച്ചാണ്. എന്തിനു വേണ്ടിയാണ് നമ്മളൊരു എക്സ്പ്ലോറേറ്ററി റിസർച്ച് ചെയ്യുന്നത്? നമുക്ക് ഒരു അൺഫെമിലിയർ ആയിട്ടുള്ള അൺനോൺ ആയിട്ടുള്ളൊരു ഏരിയയിൽ ആ കാര്യങ്ങളെക്കുറിച്ച് അനലൈസ് ചെയ്യാനാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച്. നമുക്ക് അറിയാത്തൊരു ഏരിയയാണ്. ഇപ്പോൾ ഒരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ആ പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകാവുന്ന പ്രോബ്ലംസുകൾ അല്ലെങ്കിൽ അതിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സുകൾ അതൊക്കെ നമുക്ക് അറിയാത്തതാണ്. ഇപ്പോൾ ഒരു ഐസ്ക്രീം പാർലർ തുടങ്ങുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ആ ഏരിയയിൽ ഐസ്ക്രീം സെയിൽസ് ഇൻക്രീസ് ചെയ്യണം, ഫേമിൻ്റെ സെയിൽസ് ഇൻക്രീസ് ചെയ്യാനായിട്ട് അയാൾ പുതിയ ഫ്ലേവേഴ്സുകളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവിടെ കൺസ്യൂമേഴ്സ് അട്രാക്റ്റീവ് ആവുമോ ഇല്ലേ? അപ്പോൾ മാർക്കറ്റിനെ അനലൈസ് ചെയ്യുമ്പോൾ മാർക്കറ്റിൽ എങ്ങനെയായിരിക്കാം ആ ഒരു ഐസ്ക്രീമിൻ്റെ പുതിയ ഫ്ലേവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് ആ കൺസ്യൂമേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്നുള്ളത് അയാൾക്ക് അൺനോൺ ആണ്, അൺഫെമിലിയർ ആണ്. അയാൾക്കത് അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫീസിബിളാവോ അല്ലെങ്കിൽ അത് പ്രാക്ടിക്കലാവോ വിജയിക്കുമോ എന്നുള്ളത് അയാൾക്ക് തീരുമാനിക്കാനായിട്ട് പറ്റും. ഇല്ലെങ്കിൽ പുതിയൊരു സ്ട്രാറ്റജി അയാൾ അഡോപ്റ്റ് ചെയ്യണം. അപ്പോൾ ഒരു അൺനോൺ ഏരിയയിൽ അൺഫെമിലിയർ ആയിട്ടുള്ളൊരു ഏരിയയിൽ പുതിയൊരു കൺസെപ്റ്റ് കണ്ടെത്തുന്നതാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച്. അങ്ങനെയുള്ള സ്റ്റഡീസുകളിലൊന്നും ഹൈപ്പോത്തിസിനെ ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ട് വരില്ല. ഒരു ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡി ആണെന്നുണ്ടെങ്കിലോ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡീസുകളിലൊക്കെ എന്ത് ചെയ്യണം? ഹൈപ്പോത്തിസിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് സ്റ്റഡി ചെയ്യാം. ഇപ്പോൾ കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പിൽ അനലിറ്റിക്കൽ റിസർച്ചിൽ ഒക്കെ ചെയ്യാവുന്നതാണ് ഡെവലപ്മെൻറ്റ് ഓഫ് ദി ഹൈപ്പോത്തിസിസ്. അപ്പോൾ ഹൈപ്പോത്തിസുകൾ ഏതൊക്കെ ടൈപ്പിലുള്ള ഹൈപ്പോത്തിസുകൾ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഒരു 7 ടൈപ്സുള്ള ഹൈപ്പോത്തിസുകൾ സാധാരണ ഒരു ബിസിനസ് റിസർച്ച് സ്റ്റഡീസുകളിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാവുന്നതാണ്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നതാണ് ഡിസ്ക്രിപ്റ്റീവ് ഹൈപ്പോത്തിസിസ്. ഓരോ ഹൈപ്പോത്തിസുകളും ഫസ്റ്റ് വൺ പറയാം. ഡിസ്ക്രിപ്റ്റീവ്
hypothesis, number 2 relational hypothesis, working hypothesis, null hypothesis and analytical hypothesis and statistical hypothesis and common sense hypothesis. ഇത്രയും പറയുന്ന ഒരു 7 ഹൈപ്പോത്തിസുകളാണ് ഈ ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത്. What do you mean by descriptive hypothesis? What do you mean by descriptive hypothesis? That it describes the nature, the characteristics of an object or situation or an individual or an organization. അപ്പോൾ നമ്മൾ എന്തിനെക്കുറിച്ചാണോ സ്റ്റഡി ചെയ്യുന്നത് ആ സ്റ്റഡി ചെയ്യുന്ന ടോപ്പിക്കിൻ്റെ ഒരു നേച്ചറിനെ, ക്യാരക്ടറിസ്റ്റിക്സിനെ വ്യക്തമായിട്ട് അത് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഹൈപ്പോത്തിസിനെയാണ് എന്ത് പറയുക, ഡിസ്ക്രിപ്റ്റീവ് ഹൈപ്പോത്തിസ് എന്ന് പറയുക. അപ്പോൾ നമുക്ക് ഈ ഡിസ്ക്രിപ്റ്റീവ് ഹൈപ്പോത്തിസ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ളത് എന്നുള്ളത് വളരെ ക്രിസ്റ്റലായിട്ട് റിസർച്ചർക്ക് തിങ്ക് ചെയ്യാനായിട്ട് പറ്റും. അതായത് അങ്ങനെ ചെയ്യാൻ പറ്റാവുന്ന ഒരു ഹൈപ്പോത്തിസാണ് ഡിസ്ക്രിപ്റ്റീവ് ഹൈപ്പോത്തിസ് എന്ന് പറയുമ്പോൾ. അപ്പോൾ നമ്മൾ അൺഎംപ്ലോയ്മെൻറ്റ് പ്രോബ്ലം അതിനെങ്ങനെ റെഡ്യൂസ് ചെയ്യാമെന്നുള്ളൊരു സ്റ്റഡിയാണ് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ടെൻറ്റേറ്റീവായിട്ടുള്ള ഒരുപാട് സൊല്യൂഷൻസുകളുണ്ട്. അതായത് ഒരുപാട് പ്രോബ്ലം കൊണ്ടാണ് ഈ അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിനൊക്കെ ഒരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് അയാൾക്ക് ഹൈപ്പോത്തിസിനെ ഡെവലപ്പ് ചെയ്യാം. ഒരു ഡിസ്ക്രിപ്റ്റീവ് ഹൈപ്പോത്തിസാണ് നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് എമംഗ് ആർട്സ് സ്റ്റുഡൻസ് ആർ ഹൈ. അതായത് ഇപ്പോൾ നമ്മൾ ആർട്സും സയൻസും പഠിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ടായിരിക്കും. അതിൽ ആർട്സ് സബ്ജക്റ്റുകൾ പഠിക്കുന്ന കുട്ടികൾക്കിടയിൽ അൺഎംപ്ലോയ്മെൻ്റ് റേറ്റ് ഹൈ ആണ്. അപ്പോൾ ഞാൻ അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്ന ഒരു ഏരിയയെക്കുറിച്ച് സ്റ്റഡി ചെയ്യുമ്പോൾ അത് ഏത് ലെവലിലുള്ള കാൻഡിഡേറ്റ്സിലാണ് കൂടുതൽ അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്ന ആ ഒരു ഒബ്ജക്റ്റിനെ, ആ ഒരു സിറ്റുവേഷനെ, ഏത് ഗ്രൂപ്പിനെയാണോ ഞാൻ അനലൈസ് ചെയ്യുന്നത് അതിൻ്റെ ക്യാരക്ടറൈസിനെ ഡിസ്ക്രൈബ് ചെയ്യുകയാണ്. ദ അൺഎംപ്ലോയ്മെൻറ്റ് പ്രോബ്ലം ഈസ് മോർ സീൻ ഇൻ ദി ആർട്സ് സ്റ്റുഡൻസ്. ആർട്സ് സ്റ്റുഡൻസിന് ചിലപ്പോൾ പ്രാക്ടിക്കലായിട്ടുള്ള എക്സ്പീരിയൻസോ നോളജോ ഇല്ലാത്തത് കൊണ്ട് സയൻസ് സ്റ്റുഡൻസിനേക്കാളും അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാകാൻ സാധ്യത കുറവാണ് എന്നുള്ളൊരു എസംഷനിലേക്ക് ഞാൻ എത്താണ്. ദാറ്റ് ഈസ് ദ ഡിസ്ക്രിപ്റ്റീവ് ഹൈപ്പോത്തിസ്. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് ഹൈപ്പോത്തിസിൽ നമുക്ക് ഒരു ഈ പ്രോബ്ലത്തിനെ അനലൈസ് ചെയ്യുമ്പോൾ, നമുക്ക് ഈ അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്ന പ്രോബ്ലത്തിനെ അനലൈസ് ചെയ്യുമ്പോൾ ഏത് സ്റ്റുഡൻസിനിടയിലാണ്, ആർക്കിടയിലാണ് അൺഎംപ്ലോയ്മെൻറ്റ് പ്രോബ്ലം കൂടുതലുള്ളത് എന്ന് പറയുന്ന ആ സിറ്റുവേഷൻസിനെ ഞാൻ എന്ത് ചെയ്യുന്നത്, അതിനൊരു മെയിൻ ഫീച്ചറിനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നതെങ്കിൽ, അതായത് അൺഎംപ്ലോയ്മെൻറ്റ് പ്രോബ്ലം ഈസ് മോർ ഇൻ ദി ഗ്രൂപ്പ് ഓഫ് ദി ആർട്സ് സ്റ്റുഡൻസ്. ആർട്സ് സ്റ്റുഡൻസിനിടയിലാണ് കൂടുതലുള്ളത്. അപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസുകൾ, എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ എനിക്കൊരു സൊല്യൂഷൻ പറയാനായിട്ട് പറ്റുക എങ്ങനെയായിരിക്കും, അതായത് സൊല്യൂഷൻ കൊടുക്കുമ്പോൾ എന്തായിരിക്കണം, എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ കൂടുതൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിരിക്കണം. അതായത് നമുക്ക് നീഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കൺട്രിയിലേക്ക് നമ്മുടെ അവിടെയുള്ള ഹ്യൂമൻ റിസോഴ്സിനെ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യുന്ന രീതിയിൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ മാറ്റിക്കൊണ്ട് വരേണ്ടതായിട്ട് വരും. അതായത് വൊക്കേഷണൽ ആയിട്ടുള്ള പ്രാക്ടിക്കൽ നോളജ് അവൈലബിൾ ആകുന്ന രീതിയിൽ കൂടുതൽ പ്രോഗ്രാമുകളോ എഡ്യൂക്കേഷൻ സിസ്റ്റമോ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കിടയിലെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി കൂടുതലാക്കാം. അതായതാണ് ഒരു വൊക്കേഷണൽ ആയിട്ടുള്ള കോഴ്സുകളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റി അവൈലബിൾ ആകും. അപ്പോൾ ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്നതിനേക്കാൾ മുമ്പ് ഞാൻ എവിടെയാണോ അത് കൂടുതലുള്ളത് എന്നുള്ളത് ഒരു ടെൻറ്റേറ്റീവായിട്ട് ഞാൻ അസ്യൂം ചെയ്തു. എനിക്ക് അസ്യൂം ചെയ്യാനായിട്ട് കഴിഞ്ഞത് ആ ഒരു സിറ്റുവേഷനാണ് ഞാൻ അസംഷൻ ചെയ്തത്. ആ സിറ്റുവേഷൻസിനെയാണ് ഞാൻ ഫീച്ചർ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദ എംപ്ലോയ്മെൻറ്റ് പ്രോബ്ലം ഈസ് സീൻ മോർ ഇൻ ദി ആർട്സ് സ്റ്റുഡൻസ്. ദാറ്റ് ഈസ് എൻ ഡിസ്ക്രിപ്റ്റീവ് ഹൈപ്പോത്തിസിസ്. നമ്പർ 2 റിലേഷണൽ ഹൈപ്പോത്തിസ് ആണ്. റിലേഷണൽ ഹൈപ്പോത്തിസ്, ഇറ്റ് ഡിസ്ക്രൈബ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ വേരിയബിൾസ്. ദ ഹൈപ്പോത്തിസ് മേ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഓർ കോസൽ. അതായത് നമുക്ക് ഒരു റിലേഷണൽ ആയിട്ടുള്ള ഹൈപ്പോത്തിസിനെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും റിലേഷൻഷിപ്പ് രണ്ട് വേരിയബിളിനെ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ആ റിലേഷൻഷിപ്പിനെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് ഒരു റിലേഷണൽ ഹൈപ്പോത്തിസിനെയാണ് ഡെവലപ്പ് ചെയ്തതെങ്കിൽ അത് ചിലപ്പോൾ ആ ഹൈപ്പോത്തിസ് ശരിയായിരിക്കാം, അല്ലെങ്കിൽ തെറ്റായിരിക്കാം, അല്ലെങ്കിൽ അതിന് ഡയറക്റ്റോ ഇൻഡയറക്റ്റോ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കാം. ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണം പറയുന്നത് ഫാമിലീസ് വിത്ത് ഹയർ ഇൻകം സ്പെൻഡ് മോർ ഇൻ റിക്രിയേഷൻ.
അതായത് കൂടുതൽ ഇൻകം ഉണ്ടെങ്കിൽ ഫാമിലീസിന് ഹയർ ഇൻകം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ കൂടുതലും റിക്രിയേഷൻ പർപ്പസിന് വേണ്ടി അല്ലെങ്കിൽ റീഫ്രഷ്മെൻറ്റ് ആക്ടിവിറ്റീസുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ എന്താ പറയുക അവർക്ക് എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാംസുകൾക്ക് വേണ്ടി കൂടുതൽ ചിലവാക്കാം. ശരിയാവാം. കൂടുതൽ ഇൻകം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി അവരുടെ മെയിൻ പർപ്പസ് സ്പെൻഡ് ചെയ്ത് എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാംസുകൾക്ക് വേണ്ടിയാവാം. അവർക്ക് അല്ലെങ്കിൽ ഒരു സേവിങ് ഹാബിറ്റ് കുറവായിരിക്കാം, അല്ലെങ്കിൽ കൂടുതലായിട്ടും ഇങ്ങനെയുള്ള റിക്രിയേഷൻ ആക്ടിവിറ്റീസുകളിലായിരിക്കും കൊടുക്കുന്നത്, അല്ലെങ്കിൽ റിക്രിയേഷണൽ ആക്ടിവിറ്റീസുകളിൽ ഈ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് അവരുടെ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേവിങ് കുറവായിരിക്കാം. അപ്പോൾ ആ കോസൽ ഇഫക്റ്റിനെ അല്ലെങ്കിൽ ഒരു നെഗറ്റീവായിട്ടുള്ള സെൻസിലേക്കോ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ളൊരു സെൻസിലേക്കോ എത്തിക്കുന്ന ഒരു ഹൈപ്പോത്തിസാണ് നമ്മളിവിടെ പറഞ്ഞ റിലേഷണൽ ഹൈപ്പോത്തിസിസ്. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ലീഡർഷിപ്പിനെ പറയുകയാണ്, അല്ലെങ്കിൽ നല്ലൊരു ലീഡർഷിപ്പ്, ഗുഡ് കോർഡിനേഷൻ ഓർ ലീഡർഷിപ്പ് ഹെൽപ്സ് ദ പീപ്പിൾ ടു ഹയർ പെർഫോമൻസ്. അതായത് നല്ലൊരു ലീഡർഷിപ്പ്, നല്ലൊരു കോർഡിനേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു ഔട്ട്പുട്ട് ആയിരിക്കും. ഗ്രൂപ്പിനിടയിൽ അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസുകളെല്ലാം ബെറ്റർ റിസൾട്ടിലായിരിക്കും, നല്ലൊരു ഔട്ട്പുട്ടായിരിക്കും ക്രിയേറ്റ് ചെയ്യുക. ഇപ്പോൾ ഒരു 10 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ്, അതിനൊരു ലീഡറുണ്ട്. ആ ലീഡറുടെ കോർഡിനേഷൻ, അയാളുടെ ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള പാർട്ടിസിപ്പേഷൻ എത്രമാത്രം ഉണ്ടോ, എത്രമാത്രം അയാൾ അതിലുള്ള മെമ്പേഴ്സിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടോ, അതിനനുസരിച്ച് കൊണ്ട് എന്ത് സംഭവിക്കാം, അവരുടെ ആറ്റിറ്റ്യൂഡിൽ അല്ലെങ്കിൽ അവർക്ക് മോട്ടിവേഷൻ ഇൻക്രീസ് ചെയ്യാം, അവരുടെ പെർഫോമൻസ് നല്ല പാർട്ടിസിപ്പേഷൻ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ മോർ കോഹസീവ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ കോർഡിനേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ബെറ്റർ റിസൾട്ട് കിട്ടുന്നു. അത് ശരിയാവാം, ചിലപ്പോൾ അത് നെഗറ്റീവ് റിസൾട്ടുകളാവാം, അല്ലെങ്കിൽ കോർഡിനേഷൻ കൂടുന്നത് കൊണ്ട് അവർക്ക് കൂടുതലായിട്ടുള്ള ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെയുള്ളൊരു റിലേഷൻഷിപ്പിലേക്കും എത്തിക്കാം. ദാറ്റ് ഈസ് ദ റിലേഷണൽ ഹൈപ്പോത്തിസിസ്. തേർഡ് ഹൈപ്പോത്തിസിസ് വർക്കിംഗ് ഹൈപ്പോത്തിസിസ്. ഫസ്റ്റ് വൺ ഡിസ്ക്രിപ്റ്റീവ്, നമ്പർ 2 റിലേഷണൽ ഹൈപ്പോത്തിസിസ്, നമ്പർ 3 വർക്കിംഗ് ഹൈപ്പോത്തിസിസ്. വർക്കിംഗ് ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഫ്രെയിംഡ് ഓർ ഡെവലപ്ഡ് ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് ദി സ്റ്റഡി, ദെൻ ഇറ്റ് മേ ബി ഓൾട്ടേർഡ് or modified or replaced in during the course of our study. The working hypothesis ഒരു ബെസ്റ്റ് എക്സാമ്പിൾ പറയുന്നത് ഡിമാൻഡ് ആൻഡ് ക്വാളിറ്റി ആർ റിലേറ്റഡ്. അത് ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകളാണെങ്കിൽ ഡിമാൻഡ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ദാറ്റ് ഈസ് ആൻ വർക്കിംഗ്. അതായത് നമുക്ക് സ്റ്റഡി ചെയ്യുന്നതിന് ഡിമാൻഡ് ഉണ്ടോ എന്നുള്ളത് സ്റ്റഡി ചെയ്യാണ്. ആ സ്റ്റഡി ചെയ്യുന്നതിനേക്കാൾ മുമ്പ് നമ്മൾ മുൻകൂട്ടി ഒരു അസംഷനിലെത്താണ് ക്വാളിറ്റി ഉള്ളത് കൊണ്ട് ഡിമാൻഡ് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നതിനുള്ള കാരണം ചിലപ്പോൾ ക്വാളിറ്റി ആകണം എന്നില്ല, ചിലപ്പോൾ ഇത് ശരിയാവാതിരിക്കാം. ചിലപ്പോൾ നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോൾ കൂടുതൽ ഡാറ്റകളൊക്കെ അനലൈസ് ചെയ്യാനായിട്ട് നമുക്ക് കളക്ട് ചെയ്യുമ്പോഴായിരിക്കും ഐഡിയ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഈ ക്വാളിറ്റി അല്ല മറ്റേതെങ്കിലും റീസണാണ് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് എത്താനായിട്ട് കഴിയും. പക്ഷേ ഇനീഷ്യൽ സ്റ്റേജിൽ റിസർച്ചിൻ്റെ സ്റ്റഡിയിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു റിസർച്ചിനെയാണ് ഈ പറയുന്ന വർക്കിംഗ് ഹൈപ്പോത്തിസ്. ഈ വർക്കിംഗ് ഹൈപ്പോത്തിസ് നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോൾ ആ ഇൻവെസ്റ്റിഗേഷൻ പ്രൊസീഡ് ചെയ്യുന്ന സമയങ്ങളിൽ നമുക്കത് ഓൾട്ടർ ചെയ്യാനോ മോഡിഫൈ ചെയ്യാനോ കഴിയും. അപ്പോൾ ഇത്രയും ഹൈപ്പോത്തിസുകൾ നമ്മൾ ഈ ക്ലാസ്സിൽ പറയുന്നു. ബാക്കിയുള്ള 4 ഹൈപ്പോത്തിസുകൾ കൂടെ ഉണ്ട്. നൾ ഹൈപ്പോത്തിസിസ്, ദെൻ അനലിറ്റിക്കൽ ഹൈപ്പോത്തിസിസ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തിസിസ് ആൻഡ് കോമൺ സെൻസ് ഹൈപ്പോത്തിസിസ് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, താങ്ക് യു.